എടാ എരപ്പാളി, ഞാൻ എന്ത് പറയണം എന്നൊക്കെ ഞാനങ്ങ് തീരുമാനിച്ചോളും. ഇനി സെയ്തുലമന്റെ വാക്കിനെ എനിക്ക് വ്യാഖ്യാനിച്ചു തരണം. അഞ്ഞും ആയിട്ടില്ല, എൻ്റെ തറവാട്ടിൽ പറഞ്ഞ ഒറ്റൊരുത്തനും ആയിട്ടില്ല എന്നെ പഠിപ്പിക്കാനും എനിക്ക് വ്യാഖ്യാനം പറഞ്ഞു തരാനും. ഞാൻ നോക്കിക്കോളൂ അത്. നിങ്ങൾ ആരും വരണ്ട. ഷജറവായി CPM ചാരപ്പണി ചെയ്യുന്ന, അവർക്ക് വെപ്പാട്ടിപ്പണി ചെയ്യുന്ന ഒരു ഷജറ മഹ്ലുക്കും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുൽ ഉലമയുടെ പൂർവികരായ ആളുകൾ. അതെന്നെ സയ്യിദുൽ ഉലമയെ പഠിപ്പിച്ചാലേ ഞാൻ പഠിക്കൂ. സയ്യിദുൽ ഉലമ അത് പറയുമ്പോൾ ഞാൻ സയ്യിദുൽ ഉലമന്റെ കൂടെക്കും. ആ കഴിഞ്ഞ ദിവസം സയ്യിദുൽ ഉലമ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുലുമയുടെയും വഴി സമസ്തയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായിക്കൊണ്ട് ആര് പറഞ്ഞാലും അവരെ തള്ളണം. അതാണ് എൻ്റെ ഷജറ നേതാക്കന്മാർ പറഞ്ഞത്. ആ ആളുകളോട് ചോദിച്ചു നോക്കി എന്താ പറഞ്ഞത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവർ പറഞ്ഞത്. എന്ത്? 1989 സമസ്ത എടുത്ത തീരുമാനം ബാഹ്യശക്തികൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തതാണെന്നത് ശംസുലുമി കണ്ണിയത്തുസ്താദിനെ തള്ളി പറഞ്ഞ ആ തള്ളി പറഞ്ഞവർക്കുള്ള പാടാണ് സയ്യിദുൽ ഉലമ പറഞ്ഞത്. അല്ലാതെ ഇനി സയ്യിദുൽ ഉലമന്റെ സ്വയം വ്യാഖ്യാനം ഇനി കണ്ടെത്തണ്ട. ഇനി എന്റെ വ്യാഖ്യാനത്തിലാണ് പറഞ്ഞതെങ്കിൽ അതൊക്കെ സ്വീകാര്യമല്ല. എനിക്ക് മനസ്സിലായോ? കരപ്പാളി, ഇങ്ങനെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എങ്ങനെയാണ്. ഇനിയൊക്കെ മുട്ടേന് വിരിഞ്ഞതിന് മുമ്പ് സംഘടന എന്താന്ന് പഠിച്ച ആൾക്കാർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? കള്ള ഹിമാറെ, എന്റെ പണിയെടുത്തോ, എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. എടാ ചെങ്ങായി, എൻ്റെ പാണക്കാട്ടെ സ്നേഹവും എൻ്റെ ലീഗും എൻ്റെ ബഹുമാനപ്പെട്ട സമസ്തനോടുള്ള മഹബത്തൊക്കെ ഞങ്ങൾക്കറിയാം. ഇജ്ജ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് പരസ്യമായിട്ട് പൂച്ചക്കാര് മണികെട്ടെന്ന് പറഞ്ഞ മനുഷ്യനല്ലേ? ആ ഇജ്ജപ്പ പാണക്കാട് സ്നേഹവും ബഹുമാനപ്പെട്ട ലീഗിനോടുള്ള സ്നേഹവും സമസ്തനോടുള്ള സ്നേഹവും ഞങ്ങൾ പഠിപ്പിക്കണേ. ഏ അനക്ക് എന്ത് സ്നേഹമുള്ള ഇജ്ജ്? അനക്ക് തിന്നാൻ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ. അതിൻ്റെ അപ്പുറം ഒന്നും എനിക്കില്ല. വെറും ഒരു ചപ്പും ചവറും മാത്രം ഇജ്ജ്, അല്ലാതെ എന്താ ഇജ്ജ്? പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഇനി ലീഗിന് പണിയെടുക്കണം എന്ന് പറയണോ? എന്നാലേ പിന്നെ സമസ്തന്റെ കൂടെ നിൽക്കുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമന്റെ പൂർവികരായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങളും ഏത് കാലത്താടോ ലീഗിന് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞേ? അവരൊക്കെ എന്ന് സുന്നത്തമായത്തിന്റെ കൂടെ നിൽക്കാനും ബഹുമാനപ്പെട്ട സമസ്തന്റെ കൂടെ നിൽക്കാനും അല്ല അവർ പഠിപ്പിച്ചേ. ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും ഏത് സമസ്തക്കാർക്കും പ്രവർത്തിക്കാം. ദീനിന് വിരുദ്ധമല്ലാത്ത രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം. പിന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ദീനുള്ള CPM ഉണ്ട്, ദീനില്ലാതെ CPM ഉണ്ട് എന്ന്. എത്രയോ സമസ്തന്റെ മുൻകാലത്തുള്ള എത്രയോ സമസ്തന്റെ പ്രവർത്തകരായ നല്ല ഒന്നാം നമ്പർ സുന്നികളായ ആളുകൾ CPM വോട്ട് ചെയ്ത ആളുകളുണ്ടായിരുന്നു. പിന്നെ ഈ ഷജറകൾ CPM അടിമപ്പണിയെടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചാര പണിയെടുക്കുക എന്ന് എൻ്റെ ആരോപണം ഉണ്ടല്ലോ, അത് എൻ്റെ തറവാട്ടിൽ എൻ്റെ പിന്നെ കെട്ടുകളോട് പോയി പറഞ്ഞോളൂ. ഞങ്ങളോട് പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? ഞങ്ങളാരും CPM പണിയെടുക്കുന്ന ആൾക്കാരുമല്ല. ഞങ്ങളൊക്കെ ലീഗിന് തന്നെയാണ് ഇപ്പോഴും വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് കഴിഞ്ഞിട്ടേ ലീഗുള്ളൂ. അല്ല, ലീഗ് കഴിഞ്ഞിട്ടല്ല സുന്നത്ത് ജമാഅത്ത്. അന്നെ പോലത്തെ എരപ്പാളികൾക്ക് എന്തും യോജിക്കുക, എന്ത് വേണമെങ്കിലും പറയാം. ഇജ്ജ് അങ്ങനെ ജീവിച്ചു പോയിക്കോ, ഒരു പ്രശ്നമല്ല. പക്ഷെ ഇജ്ജ് സമസ്തക്കാരനാന്ന് പറയരുത്. ഇജ്ജ് സമസ്തക്കാരനാന്ന് പറയുമ്പോൾ അനക്കെന്നെ ഒരു പരിഹാസം തോന്നില്ല എന്നോട്? അനക്കെന്നെ അറിയാലോ ഇപ്പം എൻ്റെ സമസ്തനുള്ള മഹബത്ത് എത്ര ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇജ്ജ് കൂടുതൽ വർത്തമാനം പറയാൻ ഇങ്ങോട്ട് വരണ്ട. ഇനി പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാണ്ട്, അതിൻ്റെ ഒരുപാട് രഹസ്യങ്ങളും ഞങ്ങൾക്കറിയാം. പക്ഷെ അതൊന്നും ഞങ്ങൾ പരസ്യപ്പെടുത്തില്ല. അതിന് ഇജ്ജ് ബേജാറാവണ്ട. അതിന് മാത്രം മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ. അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് ഒന്നിനും പറ്റൂല. ഇജ്ജ് ഒരു കാലത്ത് പിന്നെ CIസിനെ സമസ്ത തള്ളി കളഞ്ഞ സമയത്ത് പരിപൂർണമായി സമസ്തന്റെ കൂടെ നീന്ന ആളാണ്, നമുക്കറിയാം. പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ടാണ് ഇജ്ജ് കളം മാറ്റി ചോട്ടിയത്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് കൃത്യമായും തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇജ്ജ് കൂടുതൽ സംസാരിക്കണ്ട. കൂടുതൽ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇജ്ജ് കൂടുതൽ വഷളാവും. ഇതോടുകൂടെ എനിക്ക് നിർത്തുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും പറയും. മാത്രമല്ല, ഇനി ഞാൻ ഗ്രൂപ്പിലേക്കാരും പറയാം. അതിനാരെ ചെങ്ങായി എന്നെ സമസ്തക്കാരനായിട്ട് അംഗീകരിക്കണം? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാസർ ഫൈസി ആരാണ്. അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് ആരുമല്ല. പിന്നെ എന്നോടൊരു കാര്യം കൂടി ചോദിക്കണ്ട, എന്നോട് എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും. CIC വിഷയത്തിൽ എൻ്റെ നിലപാടെന്താണ്? ഇജ്ജ് സമസ്തൻ്റെ കൂടെയാണോ സ്വഹാബികളുടെ കൂടെയാണോ ആ വിഷയത്തിൽ? അതുകൂടി ചെന്ന് വ്യക്തമാക്കണം. പിന്നെ സ്വഹാബികൾ ടീം എനിക്ക് എന്തെങ്കിലും വേഷങ്ങൾ ആടാനോ പാടാനോ തന്നിട്ടുണ്ട്, ഇജ്ജ് ആടുകയും പാടുകയും ചെയ്ത ഒരു പ്രശ്നമല്ല. അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എടുത്തോ, എന്നിട്ട് സുഖമായി തിന്ന് ജീവിച്ച് പോയിക്കോ. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പഴയ നെട്ടലൊക്കെ കളഞ്ഞിട്ട് അവിടെ വാഴപ്പിണ്ടിയാണല്ലോ ഇപ്പോൾ വെച്ചേക്കണത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ എൻ്റെ നിലപാടുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയാം. അറിയാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ വേറൊരു കാര്യം കൂടി എന്നോട് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട സമസ്തൻ്റെ മക്കൾക്ക് സമസ്ത പഠിപ്പിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അത് വളരുമ്പോൾ ഞങ്ങൾ പറയണ്ട്. എൻ്റെ ഉപദേശ നിർദ്ദേശത്തിൻ്റെ ആവശ്യം ഇവിടെ അല്ല. ഇജ്ജ് രാഷ്ട്രീയ അടിമയാണ്. അതുകൊണ്ട് അനക്ക് അതിന് എന്തെങ്കിലും കിട്ടാണ്ട് ഇത് വാങ്ങിക്കോ. അനക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിക്കോ. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായോ? പിന്നെ ഇജ്ജ് സമസ്തൻ്റെ കാര്യത്തിൽ ഇജ്ജ് ഇടപെടണ്ട. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അതേ പറഞ്ഞത്. സമസ്തൻ്റെ ഉള്ളിൽ ഇരുന്നെങ്ങാണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നിന്നെപ്പോലത്തെ തൊരവന്മാർ പുറത്ത് പോയിട്ട് പണിയെടുത്തോളി, അപ്പം അതിൻ്റെ മറുപടി തരാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ?
ഇജ്ജ് അന്നല്ലേ തിന്നണ്, അനക്ക് മനസ്സിലാണില്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ സമസ്തന്റെ പേരും പറഞ്ഞങ്ങാണ്ട് സമസ്തന്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നാസറെ, അന്നെ പോലത്തെ ആളുകൾ ഇവിടെ ആവശ്യമില്ല എന്നാണ് പച്ചക്ക്. പിന്നെ മുപ്പര് ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന്റെ മീനിങ് അതാണ്. അതെനക്ക് മനസ്സിലാണില്ലെങ്കിൽ എൻ്റെ പിന്നെ എനിക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇജ്ജ് അന്നല്ല തിന്നണെന്ന് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായോ? ഇനി എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞുതരാം.